This is limited edition. ലിമിറ്റഡ് എഡിഷൻ്റെ ഇന്നത്തെ അതിഥി പ്രൊഫസർ എസ് ഇരുദയരാജൻ. അദ്ദേഹം നേരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ഓഫ് മൈഗ്രേഷൻ. ഇപ്പോൾ അദ്ദേഹം ഹെഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. സർ, നമ്മൾ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്ത സമയത്ത് ഉണ്ടായ സംഭവവികാസങ്ങളല്ല പൊടുന്നനവേ ഉണ്ടായിരിക്കുന്നത് ആഗോളതലത്തിൽ, അല്ലേ? ഗൾഫ് യുദ്ധം, ഇറാന് മേലുള്ള വെസ്റ്റേൺ പവേഴ്സിൻ്റെ ആക്രമണം, അതിന് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളും രാജ്യവും ഒക്കെയാണ് നമ്മുടേത്. ഇൻഫാക്ട് നമ്മുടെ ലൈഫ് ഡിപ്പെൻഡ്സ് സോ മച്ച് ഓൺ ദ ഗൾഫ് റെമിറ്റൻസസ്. എനിക്ക് ആദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഈ യുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് കേരളത്തിൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മളുടെ മൈഗ്രേഷനെ നോക്കുമ്പോൾ 20 ലക്ഷം മലയാളീസാണ് ഇപ്പോൾ നമ്മളുടെ ഗൾഫ് രാജ്യത്തിലുണ്ട്. ഈ ഖത്താർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഈ സൗദി അറേബ്യ. ഈ 20 ലക്ഷം ആൾക്കാർ ഇപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. അത് ഹൗ മച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് പറയാം ഇവിടെ കേരളത്തിലെയോ അവിടെയോ, അത് നമുക്ക് ഇനി കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കണം. ബട്ട് നമ്മളുടെ പഴയ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് 2008 ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ അതാണ് വലിയ അണ്ണൂർ എക്കണോമിക് ക്രൈസിസ് നമ്മൾ പറഞ്ഞു നടന്നത്. ആ സമയത്തിലെ എല്ലാ ഗൾഫ് രാജ്യത്തും പോയി പഠിക്കാൻ പോയി. അപ്പോൾ അന്ന് ദുബായ് വാസ് ആൾമോസ്റ്റ് ഡെഡ്. നത്തിങ് വാസ് ദയർ, ഓൺലി അബുദാബി വാസ് ഡൂയിങ് വെൽ ബിക്കോസ് ദ കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ്. ദർ ഇസ് നോ മണി ദയർ. ആൻഡ് അന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് അവർ തിരിച്ചു പോയി. അതുക്ക് മുന്തിയാണ് നമുക്ക് കുവൈത്ത് വാർ ഉണ്ടായിരുന്നത്, അതുക്ക് മുന്ത്. അപ്പോൾ അതെല്ലാം വൺ കൺട്രി സ്പെസിഫിക് പ്രോബ്ലമാണ്. ഗ്ലോബൽ ക്രൈസിസ് ആൾസോ ഓൺലി ഈവൻ ദുബായ് ഹാഡ് പ്രോബ്ലം, അബുദാബി വാസ് ഓക്കെ. ദെൻ വി ഹാഡ് എ മേജർ ക്രൈസിസ് നമ്മൾ പറയുമ്പോൾ അതാണ് നമ്മൾ COVID-19 ക്രൈസിസ് എന്ന് പറയണം. അത് ഒരു 5 കൊല്ലത്ത് മുന്തെയാണ് 2020 തുടങ്ങിയ കോവിഡ് ക്രൈസിസിൽ. അതൊരു ഭയങ്കര നമ്മൾക്ക് കേരളത്തിൽ ഒരു ബാധിപ്പ് ഉണ്ടായിരുന്നത്. 16 ലക്ഷം മലയാളീസ് തിരിച്ച് ഇവിടെ ഉണ്ടായിരുന്നത്. വന്നിട്ട് അവർ ഒരു 12 ലക്ഷം ആൾക്കാർ തിരിച്ച് പോയി കാണാം. കുറച്ച് ആൾക്കാർ അതിൽ സ്റ്റക്കായി. അപ്പോൾ നമ്മൾ അന്ന് പറയുമ്പോൾ മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ തിരിച്ച് വാറ മലയാളീസ് നമ്മൾ 3 ഇതാ തിരിക്കും. നോർമൽ റിട്ടേൺ, അവരവിടെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു വീട് വെച്ച് ഇനി പോകണില്ല. രണ്ടാമത് ആൾക്കാർ അവർക്ക് ഹാപ്പി അല്ല. ഒരു കൺട്രീസിൽ പോയി ഒരു 3 കൊല്ലം വേല ചെയ്യാം, ശരിയായില്ല, അവർ തിരിച്ച് വന്നിട്ട് അടുത്ത നാട്ടിൽ പോകും. സൗദിയിൽ വന്നിട്ട് ദുബായ് പോകും, ദുബായിൽ നിന്ന് വന്നിട്ട് ഖത്താർ പോകും, ഖത്താറിൽ വന്നിട്ട് ബഹ്റൈൻ പോകും. ഇതുപോലെ മാറി മാറി പോകുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മൾ പറയുന്നത് റിട്ടേൺ ടു റീമൈഗ്രേറ്റ്. അത് ഒരു ടേമാണ്. ഈ കടേസിലുള്ള ഗ്രൂപ്പാണോ ഡിസ്ട്രെസ് റിട്ടേൺ. വേറെ വഴിയില്ലാமல் ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ശമ്പളം കിട്ടുന്നില്ല, അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. ഇതുപോലെ ആൾക്കാരാണ് നമുക്ക് ഹയ്യസ്റ്റ് വന്നത് 2020 കോവിഡ് സമയത്തിൽ. ബട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം 3 ദിവസം നോക്കുമ്പോൾ ഇപ്പോൾ എയർപോർട്ട് ഈസ് ക്ലോസ്ഡ്, ഫ്ലൈറ്റ്സ് ആർ നോട്ട് ഗോയിങ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിപ്പോൾ നാളെ ഫ്ലൈറ്റ് പോകുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടീഷനിൽ ഇപ്പോൾ നാളെ മേ ബി ഇനി ഒരു 5 ദിവസം എടുക്കുമോ 10 ദിവസം എടുക്കുമോ ഒന്നും അറിഞ്ഞുകൂടാ നമുക്ക്. ഇറ്റ്സ് ഓൺലി ഡെവലപ്പിംഗ് സ്റ്റോറി. ഇത് കളിഞ്ഞില്ല, ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. Is it that even Trump doesn't know how far it might go? We don't know because it's like now that they are attacking countries after countries now. It's not like one to one. It's like നമ്മളൊരു വാർ നടന്നത്, റഷ്യ യുക്രൈൻ. അപ്പോൾ നമ്മൾ കുറച്ച് പിള്ളേർ തിരിച്ച് വന്നത്. ഇത് ഒരു 1 to 1 അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇസ്രയേൽ വെർസസ് ഇറാൻ. അത് അല്ലല്ലോ ഇവിടെ. ഇപ്പോൾ ഇസ്രയേൽ കൂടെ അമേരിക്ക ഉണ്ട്, ഇറാൻ കൂടെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഏത് രാജ്യങ്ങൾ ഇപ്പോൾ അവരിപ്പോൾ ഇറാൻ അറ്റാക്ക്ഡ് ദുബായ്, അവർക്ക് വളക്കൊണ്ടില്ലല്ലോ. അപ്പോൾ ഇത് എക്സ്പാൻഡിങ് ആണ്. അപ്പോൾ ഇത് എത്ര ദിവസം പോകണം നമുക്ക് അറിഞ്ഞുകൂടാ. ദിവസം കൂടെ ഇമ്പാക്റ്റ് കൂടും. അതാണ് നമ്മളുടെ ഒരു വലിയ ഇമ്പാക്റ്റാണ്. ബട്ട് പോയിൻ്റ് ഈസ് ദാറ്റ് നമ്മളിപ്പോൾ 2008 ഗ്ലോബൽ ക്രൈസിസ്, ആ ഇമ്പാക്റ്റ്, 2020 കോവിഡ് ക്രൈസിസ്, ആ ഇമ്പാക്റ്റ്, 2 ഇമ്പാക്റ്റ് നമുക്ക് നോക്കുമ്പോൾ ആ രണ്ടും ചേർന്ന വാട്ട് വിൽ ബി ദ ഇമ്പാക്റ്റ് ടുഡേ. I call this as first one economic crisis, second health crisis, now we can call them Trump crisis. It is created by policies of America
aligning with Israel. But the implications will be great for state like Kerala, India, and South Asia and Southeast Asia. Doctor, when you say it is a Trump crisis, സാർ അതിനു മുമ്പ് 2 ക്രൈസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസും ഉണ്ട്, കോവിഡ് ക്രൈസിസും ഉണ്ട്. അങ്ങ് ഉദ്ദേശിക്കുന്നത് ഈ 2 ക്രൈസിസും കൂടെ അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കുമോ ഈ ട്രംപ് ക്രൈസിസ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് നമ്മൾ മലയാളത്തിൽ സ്റ്റോറിൽ പറയുമല്ലോ, അതുക്കും മേലെ അതുക്കും മേലെ മീൻസ് ഇറ്റ് വിൽ ബി ആഡഡ് ടുഗദർ, അക്യുമുലേറ്റഡ് എഫക്റ്റ്. ബിക്കോസ് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, ഇവിടെ എല്ലാം സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ അതിൽ ഒരു ഇമ്പാക്റ്റ്. Let me ask you, ഈ കുറച്ച് പേർക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് how many possibly can you estimate? Because you're a migration expert. അല്ല, ആ നമ്പർ നമുക്കിപ്പോൾ ഉടനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നാളേക്ക് ഇവിടെ വന്ന് ഒരു നാളേക്ക് ഇപ്പോൾ നമ്മൾ 3 എയർപോർട്ടിലാണ്, 4 എയർപോർട്ടുണ്ട്, തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ. ഇപ്പോൾ 4 എയർപോർട്ടിലാണ്. എവറി ഡേ മിനിമം 15 ഫ്ലൈറ്റ്സ് ആർ ഗോയിങ് ടു ഗൾഫ് കൺട്രീസ്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഖത്താർ എയർവേസ്, എമിറേറ്റ്സ്, അബുദാബി എല്ലാം ചേർന്ന് ഒരു മിനിമം 15 ആൾക്കാർ വെച്ചാലും യു ഇമാജിൻ ദാറ്റ് ഫോർ 5 days no flight is going. And some people might go from Mumbai also, Trivandrum, Mumbai, cheaper place. Some people go Trivandrum, Colombo, Dubai. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ പോകാൻ വഴിയുണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തേക്ക് 1000 ആൾക്കാർ വെച്ചെങ്കിൽ 4 എയർപോർട്ടിൽ 40,000, 10 ദിവസമെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റ്ലീസ്റ്റ് 2 lakhs. അവർക്ക് പോകാൻ പറ്റില്ല. അവിടെ പോയി ചിലർക്ക് അവർ ലീവ് എടുത്തിട്ട് വന്നിട്ട് അന്ന് അവർ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി അവർക്ക് പണി കിട്ടുമോ, ഇല്ല അവരുടെ വിസ ഉണ്ടാവുമോ, ചിലർക്ക് വിസ റിന്യൂ ചെയ്യണോ. സോ ദാറ്റ് വിൽ ബി ലോട്ട് ഓഫ് പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ ദാറ്റ്. അപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. ഇതൊരു ടീമാണ്. കുറച്ച് ആൾക്കാർക്ക് ഇവിടെ വരണം, അവരുടെ വിസ കാലാവധി കളഞ്ഞ് വന്നിട്ട് പുതുപ്പിക്കണം. അത് അനദർ 2 ലക്ഷം ആൾക്കാർ കാണും. ഇനി കുറച്ച് ആൾക്കാർക്ക് ഈ ക്രൈസിസിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പോവാം. ഗൾഫിലോ ഈ കോവിഡ് സമയത്ത് വന്നപ്പോൾ അവർക്ക് തിരിച്ച് വരണം. എപ്പം ഫ്ലൈറ്റ് തുടങ്ങാം, ഫസ്റ്റ് ഫ്ലൈറ്റ് ഫസ്റ്റ് ഷോ, നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ആൾക്കാർ വരാം. എത്ര ആൾക്കാരാണ് നമ്മൾ പറഞ്ഞത് കോവിഡ് സമയത്ത് നമ്മൾ പറഞ്ഞത്? ഒരു 3 ലക്ഷം ആൾക്കാർ ഫസ്റ്റ് ഒരു 1 വീക്കിൽ വരണമെന്ന് പറഞ്ഞു. ശരി, അത് വന്ന് കടേസിൽ എത്തിയത് 15 ലക്ഷമാണ് അന്ന്. ഓവർ എത്ര സമയത്ത് ആ വന്ദേ ഭാരത് ഫ്ലൈറ്റ് ഇതേ ഹാവ് ടു കം ബൈ ഫ്ലൈറ്റ്. നോ, വന്ദേ ഭാരത് ഫ്ലൈറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 5 ഫ്ലൈറ്റ്, 8, 10, 15. അത് ഒരു മാസം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇത്രയും കാലത്തെ അങ്ങയുടെ മൈഗ്രേഷൻ സ്റ്റഡീസിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പൊക്കെ നമ്മൾ പറയുന്നത് ഗൾഫ് റിലേറ്റീവ്ലി സേഫാണ്, സെക്യൂർ ആണ്. ഇപ്പോൾ അങ്ങ് പറയുന്നത് പോപ്പുലർ പെർസെപ്ഷനിൽ ഗൾഫ് ഇസ് നോ മോർ ദ സെക്യൂർ പ്ലേസ് ഇറ്റ് യൂസ് ടു ബി. അങ്ങനെയാണോ? ഇല്ല, ഇപ്പോൾ ഗൾഫ് ഇപ്പോൾ ഇന്ന് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഗൾഫ് ഈസ് നോട്ട് ദ സേഫസ്റ്റ് പ്ലേസ്. ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇവിടെ എത്ര ഫോൺ കാൾ കേരളത്തിൽ നിന്ന് പോയെന്ന് അറിയാമോ? ലാസ്റ്റ് 2 days പ്രോബ്ലി 1 lakh ഫോൺ കാൾസ്. അവിടെ നിന്ന് വിളിക്കാനോ സോം തന്നെ കിട്ടിയാൽ നിങ്ങൾ അവൻ പറയാം എൻ്റെ വീട്ടിലത്തെ വല്ല അടുത്ത ബിൽഡിങ്ങിൽ പാമ്പ് വന്നിട്ട് ഒരു വലിയ ഇവിടെ ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഹൈ ബ്ലഡ് പ്രഷർ, അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ലോ ബ്ലഡ് പ്രഷർ. ഒരു വലിയ ഒരു ഇത് ഹ്യൂമൻ അല്ലോ, ഇത് ഹ്യൂമൻ കാസ്റ്റ് ഓഫ് മൈഗ്രേഷൻ. ഫീലിങ്സ്, എമോഷൻസ്, അത് നമ്മൾ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് സംബഡി യു ടെൽ ദം ഹൗ മച്ച് യു ലവ്. ആ ലവ് നമുക്ക് മെഷർമെൻ്റ് അല്ല. പൈസ ചോദിക്കാം, എത്ര പൈസ ഹസ്ബൻഡ് അനുപ്പി? 10 ലക്ഷം, 10,000 രൂപ അനുപ്പി, 20,000 രൂപ അനുപ്പി. പൈസ പറയാൻ പറ്റും. അൺമെഷറബിൾ എമോഷൻ, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മളെ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത് സോഷ്യൽ കാസ്റ്റ് ഓഫ് മൈഗ്രേഷൻ. സോഷ്യൽ കാസ്റ്റ്. ഇപ്പം കേരളത്തിലുള്ള മലയാളീസ് ഫാമിലീസ് ഒരു 1 million വിമൻ ഹൂസ് ഹസ്ബൻഡ്സ് ആർ ദയർ. 20 ലക്ഷം പിള്ളേരുടെ അച്ഛനോ അമ്മയോ അവിടെ ഉണ്ട്. 40 ലക്ഷം പിള്ളേരുടെ മകനോ മരുമകളോ അവിടെ ഉണ്ട്. ആ ഫാമിലിക്ക് അവർ മൈഗ്രൻസ് അല്ല, അവർ ഇവിടെ ഉണ്ട്. ബട്ട് അവരുടെ സൈക്കോളജിക്കൽ സോഷ്യൽ ഇമ്പാക്റ്റ്, മകൻ തിരിച്ചു വരുമോ, ഹസ്ബൻഡ് ഏതാവുമോ, ഇവർക്ക് ഉറക്കമെല്ലാം കിടക്കുകയാണ്. സോ ദ ഹെൽത്ത് ഇമ്പാക്റ്റ്. അവിടെയും ഉറങ്ങില്ല, ഇവിടെയും ഉറങ്ങില്ല. ബട്ട് അവർക്ക് അവിടെ പേടിച്ചിരിക്കണം, ഇവിടെ പേടിക്കണ്ടാമല്ലോ. ബട്ട് ഇവിടെ നമ്മൾ പേടിച്ചിരിക്കുകയാണ്. ബിക്കോസ് എപ്പോൾ മെസ്സേജ് വരും, എന്നെ വരുമോ, തിരിച്ച് വരുമോ, അടുത്ത ഫ്ലൈറ്റിൽ പോகிறோம், ഹസ്ബൻഡെ വിളിക്കാം, പൈസ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൈസ അനുപ്പാം. നമ്മൾ കുറച്ച് പൈസ അന്ന് കോവിഡ് സമയത്ത് ഇവിടെ നിന്ന് പൈസ അനുപ്പിയാണ് ആൾക്കാർ വന്നത്. നോർമലി വി ടോക്ക് അബൌട്ട് മണി കമ്മിങ് ടു കേരള. ഇവിടെ നിന്ന് മണി തിരിച്ച് പോയി, ഇവിടെ പൈസ കൊടുത്താണ് ആൾക്കാർ തിരിച്ചു വന്നത്. അവിടെ പൈസ ഇല്ല, അവിടെ ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ റിലേറ്റഡ് സാലറി ഇഷ്യൂസ്, ഈ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ അവിടെ ഒരു കല്ലെടുത്തിട്ട് റിപ്ലിക്സ്, അതും ഒരു കളറില്ലാതെ റിപ്ലിക്സ്, നല്ല വെള്ളം ഇല്ലാതെ. എന്നെ നടക്കും നമുക്കൊന്നും അറിഞ്ഞുവിടാം, എന്നെ സംഭവിക്കും. ബിക്കോസ് കേരള ഈസ് റെമിറ്റൻസ് ഡിപ്പെൻഡൻറ്റ് എക്കോണമി.
ഗൾഫ് ഈസ് ലേബർ ഡിപ്പെൻഡൻറ്റ് എക്കോണമി. അവർക്ക് മൈഗ്രൻസ് വേണം, നമുക്ക് അവരുടെ മൈഗ്രൻസിൻ്റെ പൈസ വേണം. In 2023 or 24, the total remittances, external remittances to Kerala was something like 2 lakh crore. What portion of that could be affected by this now? നമ്മളിപ്പോൾ ഒരു ഐഡിയ പറയുമ്പോൾ ഇപ്പോൾ 200,000 crore came to കേരള. നമ്മളത് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നോർമലി എസ്റ്റിമേറ്റ് വിൽ ബി അണ്ടർ എസ്റ്റിമേറ്റ്. ബിക്കോസ് നമ്മളിപ്പോൾ കയ്യിൽ 2 ഫോൺ മേടിച്ചിട്ട് പറയാണ്, അത് നമ്മൾ പറയില്ല, നമ്മളത് പോലെ വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ആണ്, ഒന്നും അറിയാതെ ഇടത്തിൽ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ആണ്. ഇപ്പോൾ അത് 2023 നമ്മൾ പറഞ്ഞത് നമ്മളെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഹയസ്റ്റ് എവർ. ആൻഡ് ഓൾസോ ആ സമയത്തിൽ 20 ലക്ഷം ആൾക്കാർ ഗൾഫിലുണ്ടായിരുന്നു. സോ 20 ലക്ഷം ആൾക്കാർ 200,000 crores. ഇഫ് യു പുട്ട് ദ റേഷ്യോ, സപ്പോസ് അസ്യൂമിങ് ഒരു 5 ലക്ഷം ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ശരി, 1/4 മലയാളീസ് ഹാവ് സം ഇഷ്യൂ. 1/4 എല്ലാവർക്കും കുഴപ്പമൊന്നും പറയുന്നില്ല. 1/4 വന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എ ഡിക്ലൈൻ ഓഫ് 50,000 കോടി. ദറ്റ്സ് എ പോസിബിലിറ്റി. അതൊക്കെ മുകളിലേയും പോവാം, അതൊക്കെ താഴെയും പോവാം. 50,000 കോടിക്ക് നമ്മൾ പറയുന്നത് 20 ലക്ഷം 200,000 crores. അതിൽ 5 ലക്ഷത്തേക്ക് പ്രോബ്ലം വന്നെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് അറ്റ്ലീസ്റ്റ് വിൽ ബി 50,000 crores. പ്രത്യേകം തിരഞ്ഞെടുത്ത തക്കാളികളാൽ സമ്പുഷ്ടമായ ഹാപ്പി ടൊമാറ്റോ സോസ്. ഏത് കോമ്പിനേഷനും എത്ര കഴിച്ചാലും മതി വരാത്ത തക്കാളിയുടെ തനത്ത രുചി. ടൊമാറ്റോ ചില്ലി, ടാമറിൻ, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ഡാർക്ക് സോയ എന്നീ രുചികളിലും ഹാപ്പി സോസസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. So, ഇത് യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ there is a possibility. It can be more. Possibility will be there. It's like a stress. നമുക്കിപ്പം ഇത് തുടങ്ങിയിട്ടില്ല ഇമ്പാക്ട്. ഇനി ഒരു 10 ദിവസം നമ്മളിപ്പോൾ ബാങ്കുകാരെ പറയുമല്ലോ, പൈസ പറഞ്ഞല്ലോ പറയാം, എക്സ്ചേഞ്ച് പറയാം, SBI പറയാം, പിള്ളേർ പറയാം ഫീസ് അടച്ചിട്ടില്ല, 5-ാം തീയതി ലോൺ അടയ്ക്കണം, ഹസ്ബൻഡാണ് ഇപ്പോൾ 25,000 രൂപ വന്നിട്ടില്ല. ഇനി ഓട്ടോമാറ്റിക്കായി യു വിൽ നോ ദാറ്റ്. നോ, വി ആർ ദ ഫസ്റ്റ് വീക്ക്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാത്തിനും പേയ്മെൻറ്റ്സ് തുടങ്ങുമല്ലോ. ഈവൻ സം ചിൽഡ്രൻ വാണ്ട് ടു ഗോ സ്റ്റഡി കാനഡ, ഓസ്ട്രേലിയ, അതിലെ ഇമ്പാക്ട് വരും. ഈ ക്യുമുലേറ്റീവ്, അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ക്യുമുലേറ്റീവ് ഇഫക്റ്റ്, അത് പല ഫാക്ടേഴ്സിൻ്റെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഈ ഇലക്ഷൻസിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഇലക്ഷൻസ് ഇപ്പോൾ election is coming, almost we are there in the sense. I think it will have implications for political parties, definitely. Like 2021, when the election happened, there were at least 10 lakhs Malayalis were here to vote. Migrants here to vote because they were here. Okay. They were not. Nobody is going to come to Kerala to vote election because they are not eligible to vote sitting in Dubai. They have to come here. People who came in 2016, I was told was something like 8,000 people came during the vote period. Okay. Come home. They decided ആ സമയത്ത് വീട്ടിൽ പോയിട്ട് ഫാമിലിയെ കണ്ടിട്ട് വോട്ട് കണ്ടിട്ട് വരാം. അത് അവർ പ്ലാൻ ചെയ്യണം. ഇതങ്ങനെ 2021 there was no plan. They were here because of the COVID. Because of the COVID, ജാപ്പ് പോയി, അത് പോയി, ഇത് പോയി, നമ്മൾ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2021 വോട്ട് അഫക്റ്റഡ് ദ ഇലക്ഷൻ ഔട്ട്കം. അതിൻ്റെ ബെനിഫിറ്റ് ആർക്കായിരുന്നു അന്ന് കിട്ടിയത്? അന്ന് ബെനിഫിറ്റ് നമുക്കറിയാമല്ലോ, തിരിച്ചു വന്നല്ലോ LDF. അതിൻ്റെ ബെനിഫിറ്റ് അത് മാത്രമാണോ? അല്ല, അത് ഒരു ഫാക്ടറാണ്. 2021 ഐ തിങ്ക് യു കനോട്ട് റൈറ്റ് ഓഫ് ദ COVID-19 ഫാക്ടേഴ്സ്. ഓക്കെ, അല്ല ഒരു മാറ്റമില്ല. ആസ് എ മൈഗ്രൻ്റ് എക്സ്പേർട്ട് ഐ ഹാവ് ടോൾഡ് സെവറൽ ടൈംസ്, 16 ലക്ഷം ആൾക്കാർ ഇവിടെ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് വോട്ടിടാൻ. അതൊരു ഒരു സംതിങ് അൺഎക്സ്പെക്റ്റഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിഫോർ ദ ഇലക്ഷൻ ഇറ്റ്സെൽഫ് ഒരു 20 to 25 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ഇവരുടെ ഇമ്പാക്റ്റ് കാണാം. 5,000 വോട്ട്. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനും ഈ വോട്ട് ഡിഫറൻസ് വിന്നിങ് ഈസ് നോട്ട് വെരി ഹൈ. നോട്ട് ലൈക്ക് 50,000 വോട്ട് ഡിഫറൻസിൽ ജയിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈവൻ 5,000 വോട്ട്, 7,000 വോട്ട് ഹാവ് സം ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ അത് ലാസ്റ്റ് ടൈം അത് ക്ലിയർ കട്ട ഇറ്റ് ഹാസ് ഗോൺ ടു LDF. അതിൽ ഒരു മാറ്റമില്ല. അങ്ങേക്ക് ഏതെങ്കിലും പാർട്ടിയോട് ആഭിമുഖ്യമുണ്ടോ? ഇല്ല, നമ്മൾ ഐ ആം നോ പാർട്ടി മാൻ. മൈഗ്രേഷൻ ഈസ് എ പാർട്ടി. ഓക്കെ, ഇന്ന് എനിക്കൊരു ചോദ്യം, ഐഡിയ കൊണ്ട് ചോദിക്കാം. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ആരെയായിരിക്കും അനുകൂലമായിട്ട് ബാധിക്കുന്നത്, പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? ഇല്ല, ഈ
കമ്പയർ ടു 2021 ഇലക്ഷൻ്റെ പ്രിഡിക്ഷൻസ് ഇപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. 2 കാരണമുണ്ട്. അന്ന് ദേ കെയിം ബിക്കോസ് ഓഫ് കോവിഡ്. ആ സമയത്തിലുള്ള ഇവിടെയുള്ള ഗവൺമെൻറ്, കോവിഡ് സമയത്തുള്ള ഗവൺമെൻറ്, ദേ വർ ആക്റ്റീവ് ടു ഹെൽപ്പ് ദ COVID-19 പീരിയഡ്. അവരെ കൊണ്ടുപോകുന്നതൊക്കെ വന്ദേ ഭാരത് ഫ്ലൈറ്റ്സിലോ വരുമ്പോൾ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് കുറച്ച് കംപ്ലയിൻറ്റ്സ് കാണാം. എന്നാൽ ഒരു ജനറൽ ആ കോവിഡ് സമയത്തിൽ ദർവാസിയ നമ്മൾ പറയുമല്ലോ ഒരു അനുതാപം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബോത്ത് എ ചലഞ്ച് ആസ് വെൽ ആസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദിസ് ഗവൺമെൻറ്. ഹൗ ക്യാൻ ദേ മെഷർ അപ്പ് ടു ദ ടാസ്ക്? അതാണ് ദാറ്റ് ഈസ് ഷുഡ് ബി സംതിങ് കോൾ യു ഷുഡ് തിങ്ക് ഓഫ് ഔട്ട് ഓഫ് ബോക്സ് ഐഡിയാസ്. നമ്മൾ ഈ പ്ലാൻ ചെയ്താൽ നടക്കില്ല. ഇല്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ എന്തുമാത്രം ബ്ലോക്കേഡ് ഉണ്ടാവുന്നു, അതിൻ്റെ ഏറ്റവും ചലനം അനുഭവിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് പത്തനംതിട്ട, മലപ്പുറം, ഇതുപോലുള്ള ഗൾഫ് പോക്കറ്റ്സ് ഒക്കെ ഇല്ലേ. സോ ഐ ടോട്ടലി അഗ്രി. പക്ഷെ നമ്മൾ ഇത്രയും ഈ വരച്ചു കാട്ടുന്ന ചിത്രം മൊത്തം അങ്ങേയറ്റം ട്രാജിക്കായിട്ടുള്ള സിറ്റുവേഷൻ, വളരെ പ്രയാസമേറിയ. നമുക്കൊരു പക്ഷേ ഒരു ഇസ് ദർ നോട്ട് എ ലൈനിങ്, സിൽവർ ലൈനിങ് ഇൻ ദ ഡാർക്കസ്റ്റ് ഓഫ് ക്ലൗഡ്സ്? അതായത് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന 4 ആഴ്ച നീണ്ടിരിക്കുന്ന, കാരണം റെജീം ചേഞ്ചാണ് അവരുടെ ഉദ്ദേശം ഇറാനിൽ. ആ 4 ആഴ്ച ആയിക്കോട്ടെ, കഴിയുമ്പം ഗൾഫ് ത്രോസ് അപ്പ് ആൻ ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റി ഫോർ റീബിൽഡിങ് ദ ഡെവസ്റ്റേറ്റഡ് ലാൻഡ്. അത് ഈ താൽക്കാലത്തേക്കുള്ള ക്ഷതം കോമ്പൻസേറ്റ് ചെയ്യാൻ തിരിച്ചു പോയി ജോലിക്ക് കയറാനും ഒക്കെ സൗകര്യം ഉണ്ടാവത്തില്ലേ അന്നേരം? ഇല്ല, അതന്നെ പറയണം. ഇപ്പോൾ 2008 വന്ന ആൾക്കാർ തിരിച്ചു പോയി, ഗൾഫ് വാറിൽ വന്ന ഈ കുവൈത്തിൽ നിന്ന് വന്ന ആൾക്കാർ തിരിച്ചു പോയി, നമ്മൾ പഠിക്കുക പിള്ളേർ പലരും തിരിച്ച് പഠിക്കാൻ പോയി. 2020 16 ലക്ഷം ആൾക്കാരിൽ 90% വെന്റ് ബാക്ക്. അപ്പോൾ ഇത് പട്ടിപ്പോൾ പറയും. പ്രോബ്ലം ഈസ് ഈ തിരിച്ചു പോകുന്നതിൽ വലിയ കുഴപ്പമില്ല. ബിക്കോസ് ദർ വിൽ ബി thousands of opportunities for Malayalis to go back after the war. Even construction, whatever you have demolished, you have to reconstruct. That's what happening in now Russia and Ukraine. Construction, you have to construct. No, your priest is gone, or building is gone, or school is gone, airport is, you have to do. So you need a massive labor from India, not just from Kerala. So that will happen. But the election, that nothing to do with that. കേരളത്തിൻ്റെ മൈഗ്രേഷൻ സ്റ്റോറി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു പാൻ ഔട്ട്? Kerala migration story started in 1960s. അന്നാണ് കേരളത്തിലെ മൈഗ്രേഷൻ സ്റ്റോറി സ്റ്റാർട്ടഡ്. വാട്ട് എവർ നൗ ഹാപ്പനിങ് ഇസ് നോട്ട് സ്റ്റോറീസ്, ഇറ്റ്സ് ലൈക്ക് മേ ബി സം ഡ്രാമാസ്. 1960s കേരളത്തിൽ നിന്ന് ആൾക്കാരുടെ പുറത്ത് പോകാൻ തുടങ്ങി. ഇൻ ലാർജ് നമ്പർ. അതാണ് തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബാംഗ്ലൂർ, തിരുവനന്തപുരം മുംബൈ, തിരുവനന്തപുരം ഡൽഹി. ഈ 4 ട്രെയിനിൽ പോകുന്ന ആൾക്കാരാണ് ഇവിടെ നിന്ന് പോകുന്ന ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. വി കോൾ ദം ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അതാണ് തുടങ്ങിയത്. ആ ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഈസ് പാർട്ടിസിപ്പേറ്റഡ് ബൈ ഓൺലി തിരുവാങ്കൂർ, കൊച്ചിൻ. അവിടെ മലബാർ ഇല്ല, മലബാറിൽ പഠിച്ചിട്ടില്ലല്ലോ. ഈ ട്രെയിൻ ആഫ്റ്റർ എറണാകുളം ഒരാളും കയറില്ല. കോട്ടയത്തിൽ പോകുമ്പോൾ യു കനോട്ട് സീ ദ റഷ്. ആൻഡ് ഹൂ ബെനഫിറ്റഡ് ബൈ ദാറ്റ്? Syrian Christians and Nayars and educated other fellows. That's why Kerala was called money order economy. ഇതാണ് ഫസ്റ്റ് മൈഗ്രേഷൻ പോയിന്റ്. Before 1956, Kerala was in migration. People were coming more to Kerala than people leaving. Because annu Malayalis, they are happy and content. 1956 പ്രകാരം Kerala started becoming out migrating state. അതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ migration story. Third part is the Gulf. 78, 80s തുടങ്ങിയതാണ്. അത് തിരുവനന്തപുരം ദുബായ്, തിരുവനന്തപുരം ഷാർജ, തിരുവനന്തപുരം ഖത്താർ, അതെല്ലാം പ്ലെയിനായി. Who benefited that? Malabar. They are more benefited than the earlier money order economy. So Kerala has changed the word money order economy to remittance economy, because money order was less than remittance. Part 1 in migration, part 2 within the country migration, part 3 is the international migration. നമ്മൾ ആ പാർട്ട് 3 തീരാൻ സമയമായി. Now we are in part 4. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പാർട്ട് 4 ആണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ 25 ലക്ഷം ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഫ്രം ഒറീസ, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ്. ഇതാണ് പാർട്ട് 4. സോ പാർട്ട് 4 ഈസ് കേരള ഈസ് ബാക്ക് ടു prior to 1956.
Now Kerala has more migrants coming to Kerala than Keralites leaving. ഓക്കെ അതാണ് ഫേസ് പാർട്ട് 4. പാർട്ട് 4. We are in part 4. Part 5, Kerala finish. That is, I call them depopulation. അടുത്ത Kerala is finishing. Kerala, that's it. Kerala ends. Keralam now, not Kerala. Keralam will face negative population growth in 2041. Then Kerala population will decline. That is already happening in China. Okay. That is simply two reasons. One is that Kerala and an average woman produce just 2 children. Okay. If they produce 2 children, we call them replacement fertility. Okay. A couple marries, they have 2 children. After 35-40 years, they die. They leave 2 people in the world. They replaced. Our grandparents replaced several times. They had 9 children. They are go on replacing. Aa kalam kalinji. Now, 40% couples want to have just 1 child. ഈ 2041 is such a doomsday scenario. Gone. Demographically gone. And You have more people. Even now, place like Kottayam, Pattathatta, you have more grandparents than grandchildren. Can you imagine you have more grandparents than grandchildren? നിങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പം കാണുകയാണോ? അതെ, എത്തിയല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലി പത്തനംതിട്ട കോട്ടയം. ഹോൾ കേരളത്തിലെ ഗ്രാൻഡ് പാരൻസ് കൂടിയെങ്കിൽ 80-90 വയസ്സ് ആൾക്കാരുണ്ട്. അവർ നോക്കത്തൊക്കെയുള്ള മകൻ വന്ന് 65 വയസ്സ്, അവർ നോക്കുന്ന മകൻ വന്ന് 35 വയസ്സ്. അവർക്ക് പിള്ളേരില്ല. ഈ സിറ്റുവേഷൻ വി കോൾ ദം ഇൻ ചൈന 1+2+4 ഫാമിലീസ്. ഒരു മകൻ, അച്ഛനമ്മ 2, അപ്പൂപ്പ അമ്മമ്മ ആരും മരിക്കുന്നില്ലല്ലോ. ഇല്ല. എന്നമാത് പറഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്. ഇവർ എക്സ്റ്റെൻഡിങ് ലൈഫ് നൗ. എത്ര ആൾക്കാരെ പോറ ആൾക്കാർ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആയുർദൈർഘ്യം 80 Male is around, right now it will be around 70+. A child born in Kerala can live up to 75 to 80 years. Okay. But that is not important for you people. What I call them Kerala 2.0, which starts now. What I call them silver economy. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. Silver economy, we have to, Kerala has to benefit. If you are going to benefit economically, Kerala can be well off than other states. How can you benefit economically? For example, 25% of the population will be elderly. Elderly. That is good. They have more money than their grandchildren. You go to Japan, grandparents have more money. You have more asset than your child to be born. You are more rich. But that is in Japan and Sweden, not here. No, but it is also here. We are now the people who are living longer. You are not engaging them. നമ്മളുടെ ഒരു വീക്ക്നെസ് ആണ്. So what we have to do, we have to empower this elderly. You allow people to migrate, you can achieve Viksa Bharat in 2037. 47 വെയിറ്റ് ചെയ്യണ്ട. Because migration brings money. Money brings investment. Investment brings growth. Double-digit growth. നമ്മളിപ്പം പോയിട്ടുള്ള ഈ ചെറുപ്പക്കാരെല്ലാം പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ വെസ്റ്റേൺ കൺട്രീസ്. പഠിക്കാൻ പോലും പറയണം. ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് പഠിക്കാൻ പറഞ്ഞിട്ട് പോയാണ്, അവിടെ പഠിക്കുകയാണ്. അറിയാമോ? നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? സാധാരണ നമ്മളിവിടെ ചെയ്യാത്ത ജോലികളൊക്കെ അവിടെ പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു വെസ്റ്റേൺ കൾച്ചർ. ദേ ഹാവ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഒരു നല്ല ബിസിനസ് സ്കൂളിൽ പഠിക്കുന്ന ഒരാളായിരിക്കും പോയി പിന്നെ കഫേയിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. ദാറ്റ്സ് എ കൾച്ചർ. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവിടെ പോയി അത് ചെയ്യുന്നത് മോശമാണ്. മോശം പറയുന്നില്ല. നമ്മളാരും മോശം പറയുന്നില്ല. നമ്മൾ പറയുന്നത്, നിങ്ങൾ 25 ലക്ഷം കൊടുത്തിട്ട് പഠിക്കാൻ പോയി, കുറച്ച് പണി ചെയ്ത് ഒരു 5 ലക്ഷം മേടിച്ച് ഡിഗ്രി മേടിച്ചിട്ട് ഇവിടെ വന്ന് ഇല്ല അവിടെ കണ്ടിന്യൂ ചെയ്യാനോ, ആ സക്സസ്ഫുൾ മൈഗ്രേഷൻ ഈസ് മച്ച് ലോവർ. ദാറ്റ്സ് വൈ ഐ കാൾ ദം. ഈ നമ്മളുടെ ഒരു കേരളത്തിൽ നമ്മളിപ്പം കറണ്ട് ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ
ഐ കാൾ ദം മാഡ് റസ്സല്ല, അതൊരു നമ്മൾ ഈ ഒരു ടിക്കറ്റ് മേടിക്കാൻ നമ്മൾ ഇടിച്ച് വേത്ത് കൊട്ടി പോകും. ഇത് നോർമൽ അല്ല, ഇത് കുറച്ച് ഒരു ലിറ്റിൽ അബ്നോർമൽ. ഈ ലിറ്റിൽ അബ്നോർമൽ പ്രോബ്ലം ഈസ് എവറിബഡി വാണ്ട് ടു ഗോ ടു ഹയർ സ്റ്റഡീസ് പുറത്ത് പോകണം. അത് മനസ്സിലായല്ലോ, ഹയർ സ്റ്റഡീസ് പുറത്ത് പോകണം. വെൻ എവറിബഡി ഗോസ് പുറത്ത്, സക്സസ്ഫുൾ വിൽ ബി മച്ച് ലെസ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇവിടെയുള്ള ഏജൻറ്റ്സ്മാരുണ്ടല്ലോ, ഏജൻറ്റ്സ്മാർ, ഈവൻ യൂണിവേഴ്സിറ്റീസ് കമ്മിങ് ഫ്രം അബ്രോഡ്, അവർ വലിയ വലിയ ഹോട്ടലിൽ എഡ്യൂക്കേഷണൽ ഫെയർ அப்படின்னு കൊച്ചെല്ലാം കാണാം. എഡ്യൂക്കേഷണൽ ഫെയറിന് വലിയ ഹോട്ടലിൽ പിള്ളേർ അച്ഛനമ്മയെ വിളിച്ചിട്ട് പോകും, എല്ലാം ഒരു കൊച്ചുകളല്ലോ, എല്ലാം വിളിച്ചിട്ട് പോകും. യു കം ടു അവർ യൂണിവേഴ്സിറ്റി, വി ഹാവ് ദീസ് ഫെസിലിറ്റീസ്, വി ഹാവ് ദാറ്റ് ഫെസിലിറ്റീസ്. അവർ പറയാം. വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ സെല്ലിങ് ഡ്രീംസ്. ഐ കാൾ ദം ഡ്രീം സെല്ലേഴ്സ്. ഡ്രീം സെല്ലേഴ്സാണ് ഈ ഏജൻറ്റ്സ് എല്ലാം. ഹൂ ബൈ ദ ഡ്രീം? നമ്മളുടെ പിള്ളേരാണ്. 50,000 കോടിയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കേരളത്തിലെന്ത് പഠിക്കാൻ മാത്രം. അപ്പോൾ 1/4 ഓഫ് റെമിറ്റൻസസ്. ഈ ചുമ്മാ പോയിട്ടില്ല, ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരെല്ലാം ഈ സ്കോളർഷിപ്പ് കിട്ടി പോകാനോ ഇല്ല. കുറച്ച് പിള്ളേർ സ്കോളർഷിപ്പ് കിട്ടി പോകണോ. മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് 80% ദേ ആർ ഗോയിങ് ഓൺ ദെയർ ഓൺ. ചില ആൾക്കാർ ഇപ്പം ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ജനറേഷൻ മേ ബി ദേ വിൽ ഗോ ടു ആഫ്റ്റർ സം ഡേ ഈവൻ LKG അവിടെ പോകാനൊക്കെ അറിഞ്ഞൂടാ. ഇപ്പോൾ എല്ലാവർക്കും LKG മേ ബി ദേ വിൽ ജോയിൻ ദർ. അറിഞ്ഞൂടാ, അവിടെ ഹോസ്റ്റലുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ 10 വയസ്സിലെ പിള്ളേർ ഹോസ്റ്റൽ എവിടെയാണല്ലോ. അപ്പോൾ നമുക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഒരു ഹോൾ സിസ്റ്റം. You see, Kerala is what I call the migrant-driven society. അവർ ഈ വാർ മൈഗ്രേഷന് പോലെ അല്ല, ഇപ്പോൾ നടക്കുക മൈഗ്രേഷന് പോലെ അല്ല. അവർ ഒരു കൊല്ലം അവിടെ പഠിക്കുകയാണ്, പഠിച്ച് 2 കൊല്ലം അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. നമുക്കൊരു ഇവിടെ ഒരു വലിയ പോളിസി ഉണ്ടാക്കണം ഇവിടെ കേരളത്തിൽ. വെൽക്കം ബാക്ക് വിത്ത് ബെനിഫിറ്റ്സ്. തിരിച്ചു വാ, ചൈന ഈസ് ഡൂയിങ്. ഒരു പയ്യൻ തിരിച്ചു വന്നെങ്കിൽ, അയ്യോ നിങ്ങൾ മകൻ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നാ അവിടെ രക്ഷപ്പെട്ടില്ല. ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ ഫെയിൽഡ് മൈഗ്രൻറ്റ് ബൈ ദ സൊസൈറ്റി. ഈ പൊങ്ങച്ചന്മാർ ഇവിടെ ഉള്ള ആൾക്കാർ. നമ്മൾ മനസ്സ് മാറ്റണം. നമ്മളുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ഷുഡ് എൻകറേജ് ദം. എടാ അവിടെ ശരിയായില്ലെങ്കിൽ ഇവിടെ വാടാ, ഇവിടെ നമുക്ക് നോക്കാം. അത് പറയുന്ന ആൾക്കാരല്ല. അവിടെ തട്ടിമുട്ടി നില്ലുകടാ, അച്ചേസ് ചെയ്ത് രക്ഷപ്പെടടാ. അതിന് വലിയൊരു മൈൻഡ് സെറ്റിന്റെ മാറ്റം വരാനാണ് പറയുന്നത്. വി ആർ ഗെറ്റിംഗ് നൗ ഫെയിൽഡ് ഡ്രീമേഴ്സ്. ഐ എം ടെല്ലിങ് സ്റ്റിഗ്മ, ദിസ് ഹാസ് ടു ഗോ. ആ സ്റ്റിഗ്മ പോയെങ്കിൽ നമ്മളെ പിള്ളേർ ഇവിടെ വന്ന് ഭയങ്കര സൈനിങ് ചെയ്യും. അവർ ദേ ഡോണ്ട് നീഡ് ടു ലുക്ക് ഫോർ BSc എക്സാം. എവറി റിട്ടേൺ മൈഗ്രൻ്റ് ഈ പഠിച്ച പിള്ളേർ വന്നിട്ട് അവർ ദേ വിൽ ക്രിയേറ്റ് ജോബ്സ്. 5 ആൾക്കാർക്ക് അവർ വില കൊടുക്കും. ദേ വിൽ സ്റ്റാർട്ട് കമ്പനീസ്. ദാറ്റ് ഇസ് വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യാത്ത പല ജോലികളും പുറത്തുനിന്ന്, ബംഗാൾ എന്നല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ, സാർ പറഞ്ഞാൽ 25 ലക്ഷം ആൾക്കാർ ഇവിടെയുണ്ട് ജോലികൾ ചെയ്ത്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന ആൾക്കാരെ അവർ ഉപേക്ഷിച്ച് ചെയ്യാൻ വിസമ്മതിച്ച ജോലികൾ, അതേപോലുള്ള തന്നെ ജോലികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ക്യാൻ ദർ ബി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദോസ് മൈഗ്രന്റ് ലേബർ ആൻഡ് അവർ ഓൺ പീപ്പിൾ ഹു ഹാവ് കം ബാക്ക്? ദർ വിൽ ബി നോ കോൺഫ്ലിക്ട്. ദേ വിൽ ഗോ. നിങ്ങൾ മൈഗ്രേഷനെ ആർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാം മൈഗ്രൻ്റാണ്. ഐ ആം മൈഗ്രൻ്റ് ഫ്രം തമിഴ്നാട്. ബട്ട് മൈഗ്രേഷനുடைய മെൻറ്റാലിറ്റി നിങ്ങൾക്ക് അറിയുന്നില്ല. 87 അവിടെ വന്നതാണ് കേരളത്തിൽ. അന്ന് ഇവിടെ എല്ലാം തമിഴ് മൈഗ്രൻസ്. ഇന്ന് ഒരു തമിഴ്ക്കാർ ഇവിടെ ഉണ്ടോ? അന്ന് വേറെ യു ഗോ ദർ വർ തമിഴ്സ്. അവരോട് പോയി. ഇപ്പോൾ നിങ്ങൾ ടേൺ ചെയ്ത ഇടമില്ല. ആരാണുള്ളത്? ബംഗാളി. 10 വർഷം കഴിച്ച് അവർ പോവും. അവർക്ക് വേറെ പണിയില്ല. ദാറ്റ് ഈസ് നോട്ട് ദെയർ പ്ലേസ്. ദേ കം ഹിയർ ടു ബിൽഡ്. ഈ എംപവറിങ്, എൻഗേജിങ് സീനിയർ പീപ്പിൾ വിൽ ബി ദ ബെസ്റ്റ് തിങ് ഫോർ കേരള ടു ഡു ആൻഡ് ബ്രിങ് ദം. യു എൻഗേജ് ദിസ് എൽഡർലി ആൻഡ് ബ്രിങ് ദാറ്റ് അവർ യങ് ബ്രെയിൻസ് ബാക്ക് വിത്ത് എ സെലിബ്രേറ്റഡ് മോഡ്. സോ നമ്മൾ മാറ്റണം. The society has to change, but that should start from the family. ഓക്കെ സർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2041 ആകുന്ന സമയത്ത് ഡീപോപ്പുലേഷൻ. സാറിന് വേറൊരു ടെർമിനോളജി ഇട്ടിട്ടാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഡൈയിങ്. അത് ഡൈയിങ്. കേരള ഡൈയിങ് ആണ്. കമ്മ്യൂണിറ്റി വിൽ സ്റ്റാർട്ടഡ് ഡീഗ്രേഡിങ്. നമ്മൾ പറയുമല്ലോ ഇനി ഇവ വളരില്ല. അപ്പം നിങ്ങളിനി വളർന്നോ? ഇല്ല. ബട്ട് നിങ്ങൾ കൊച്ചുപിള്ളേ പറയാം, അമ്മ എന്നെ വളരാൻ ചില എന്നെ ഇവിടെ വളർന്നു പറയും. നമ്മൾ കൊച്ചുപിള്ളേ പറയുമല്ലോ, എന്നെ ഇവിടെ എൻ്റെ കൊച്ചുമകൻ എന്നെ ഇവിടെ വളർത്തി നമ്മൾ പറയുമല്ലോ.
കേരളം അതുപോലെ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഇനി വളരുന്നില്ല, കേരളം വളരുന്നില്ല. ബട്ട് കേരളത്തിലെ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് സിറിയൻ കാത്തലിക്സ് ഉണ്ട്, നായർസ് ഉണ്ട്, ഈളവാസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ലത്തിൻ കാത്തലിക്സ് ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്. ഈ പോപ്പുലേഷൻ എവറിബഡി ബിഹേവ് ഡിഫറെൻ്റ്ലി ആൻഡ് എവറിബഡി ഹാസ് ദെയർ ഓൺ ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ഫെർട്ടിലിറ്റി ഡിക്ലൈൻ, അതായത് കേരളത്തിൽ 2 കുട്ടികൾ മതി എന്ന് പറഞ്ഞത് യാറിന് അറിയാമോ? ഫസ്റ്റിൽ യാറിന് അറിയാമോ? 2 മതി. സിറിയൻ ക്രിസ്ത്യൻസ്. അത് സാറിന് ഈ സിറിയൻ ഈ മൈഗ്രേഷനും ഫെർട്ടിലിറ്റി സ്റ്റഡീസിൻ്റെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് ദർ ഇസ് സം പാർട്ട് ഓഫ് സെൻട്രൽ ട്രാവൻകൂർ മെയ്ഡ് എ വെരി ഏർലി സക്സസ് ഓഫ് ഫാമിലി പ്ലാനിങ്. അത് എവിടെ അതാണ് പറയാണ്. ദേ ഫെൽറ്റ് ദാറ്റ് ഇഫ് വി ഹാവ് മോർ ചിൽഡ്രൻ നോട്ട് ഗുഡ് ഫോർ അസ്. നമ്മളെ ലാൻഡ് എല്ലാം പിരിയും. എൻ്റെ അച്ഛനൊക്കെ ഒരു ഏക്കർ തന്നത് അത് 5 പിള്ളേർക്ക് വെട്ടി 20 സെൻറ്റായി. 5 പിള്ളേർ വെട്ടി 4 സെൻറ്റായി. അവർക്ക് പൊത്തി തുടങ്ങി. അയ്യേ, ഒരു കൊച്ചു ഉണ്ടെങ്കിൽ അവൾക്ക് 1 ഏക്കർ. ഓക്കെ, അത് തുടങ്ങിയതാണ് ഈ 2 പിള്ളേർ. ഈ 2 ചൈൽഡ് ഫാമിലി നോം വാസ് സ്റ്റാർട്ടഡ് ബൈ ദ എഡ്യൂക്കേറ്റഡ് എലൈറ്റ്. അതാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ഓഫ് തിരുവാങ്കൂർ കൊച്ചിനും നമുക്ക് പറയുന്നത് തമിഴ്നാട്ടിലെ ബ്രാഹ്മിൻസ് ഇതുപോലെ ഇതാണ്. അപ്പം പ്രോബ്ലം അതല്ല. ആ 2 കുട്ടികളിൽ ഒരു കുട്ടി ഇവിടെ നിന്ന് പോവുകയാണ്, ഫാമിലിയെ കൊണ്ടിട്ട് കാനഡ, ഓസ്ട്രേലിയ പോകണം. അതാണ് അവരുടെ ഡീപ്പ് പോപ്പുലേഷൻ. അൺഫോർച്ചുനേറ്റ്ലി യു ബിലോങ് ടു ദ കമ്മ്യൂണിറ്റി. മാത്രമല്ല ഈ പീപ്പിൾ ഹു വെർ ഏർലി ബേർഡ്സ് ഇൻ പിന്നെ ഫാമിലി പ്ലാനിങ് ഇത്രയും പ്ലാൻ ചെയ്ത് ഇറ്റ് ഇസ് ദാറ്റ് കമ്മ്യൂണിറ്റി വിച്ച് ഇസ് ഫേസിങ് ഡീപോപ്പുലേഷൻ ദ വേഴ്സ്റ്റ്. അവിടെ വോട്ട് പോടാൻ ആളില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു അച്ഛനായിട്ട് ചോദിച്ചേ, അച്ഛാ എത്രയാണോ ബാപ്റ്റിസം? 5 സാറേ. മരണം 13. അയ്യോ പോയല്ലോ. 13 ആൾക്കാർ മരിച്ച് 5 ആൾക്ക്. അപ്പോൾ നമുക്ക് എന്താ -8 ആയി. അവിടെ പിള്ളേരില്ല ഒരു 10 പിള്ളേർ കനഡ പോകും, -10. ഇപ്പം നിങ്ങൾ പോപ്പുലേഷൻ ഇല്ലല്ലോ. നിങ്ങൾ അട്ടയിൽ കാണും, ചോദിച്ചാൽ മതി എത്ര ഫാമിലി ഉണ്ട്. 210, 20 വീട് അടച്ചു കിടക്ക്, 15 വീട്ടിൽ ആളില്ല. ഇതാണ് കാര്യങ്ങൾ. സോ നമ്മൾ ഈ മൈഗ്രേഷൻ ബിക്കം ലൈക്ക് ബ്ലഡ്. I have one last question. സാറ് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ക്വാർട്ടർ 25% പോപ്പുലേഷൻ റഫ്ലി ഷുഡ് ബി മുസ്ലിം. അപ്പം പക്ഷേ ആ മുസ്ലിം പോപ്പുലേഷന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ സാമൂഹ്യപരമായിട്ടും ബാക്കി ഭൗതികപരമായിട്ടും കിട്ടേണ്ട സംഭവങ്ങൾ അവർ ആർജിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ഡെമോഗ്രാഫിക് റിയാലിറ്റി ആണ് എന്ന് അംഗീകരിച്ച് മുമ്പോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ട് ടെൻഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ലേ? ഇല്ല സാറേ, ഇപ്പോൾ നമുക്ക് ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി, അതിൽ ഒരു മാറ്റമല്ല. ഈ ഡെമോഗ്രഫിയാണോ ഈവൻ ദ വാർ ഈസ് ഡെമോഗ്രഫി. ലാൻഡ്, അവൻ ലാൻഡ് നമ്മൾ എടുക്കണം, അവൻ്റെ ആയിൽ നമ്മൾ എടുക്കണം. യു ടേക്ക് ദ വാർ, മെനി ഓഫ് ദ വാർ വിൽ ബി ഈ സ്പേസ്, ലാൻഡ് ആൻഡ് പീപ്പിൾ. അതാണ് നമ്മളുടെ ഇത്. സി സോ ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി. ഇപ്പോൾ 1960s കേരളത്തിൽ യു ഹാവ് 60% ഹിന്ദുസ്, അറൗണ്ട് 20% ക്രിസ്ത്യൻസ്, 20% മുസ്ലിം. അതാണ് നമ്മൾ തുടക്കത്തെ കാലത്തിൽ. ഇപ്പോൾ നമ്മളതിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആൾറെഡി ക്രിസ്ത്യൻസ് ആ ഡിക്ലൈനിങ് അറിഞ്ഞല്ലോ. ബാപ്റ്റിസം കുറഞ്ഞ് ബറിയൽ കൂടി. മൈഗ്രേഷൻ അവർക്ക് ഫാമിലി മൈഗ്രേഷൻ. ഇപ്പോൾ മുസ്ലിംസ്ക്ക് ഫാമിലി മൈഗ്രേഷൻ അല്ല, അവരെല്ലാം തിരിച്ചു വരാം. വെരി റയർലി യു സി മുസ്ലിംസ് സെറ്റിൽഡ് ഇൻ കാനഡ. അവർ പോവും, പഠിക്കാൻ പോകാം, തിരിച്ചു വരാം. അവർ ഗൾഫിൽ വേല ചെയ്യാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ there is a slight change. Fertility has declined highly among Syrian Christians, Nayars and also Yelavas. That is called, we call them demographic gap. Demographic gap. Or we call them time lag. Okay. ഇപ്പോൾ 1990 നാനും അറിയപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതി. അപ്പം നമ്മൾ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ എവറിബഡി ഹാസ് 2 ചിൽഡ്രൻ. 1990 ഞങ്ങൾ പറഞ്ഞത് 2030 ഇത് യു പിയിൽ നടക്കും. അപ്പം ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ same demography to be achieved, UP will take 40 years. Okay. ഇത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അതുപോലെ ഇപ്പോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ സേ നായർസ് ആൻഡ് മുസ്ലിംസ്, ദർ വിൽ ബി ലോങ് ഇയേഴ്സ്. ഈളവാസ് ആൻഡ് മുസ്ലിംസ്, മേ ബി ഗ്യാപ്പ് ഇസ് ലെസ്. ലാത്തിൻ കാത്തലിക്സ് ആൻഡ് മുസ്ലിംസ്, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് മുസ്ലിം, ഇതെല്ലാം ഒരു ഗ്രൂപ്പല്ലോ, ലൈക്ക് എ സ്റ്റേറ്റ് ഗ്രൂപ്പാണ്. നൗ എവറിത്തിങ് ബിക്കം നോർമൽ. ഇപ്പോൾ എവറിബഡി, ഈവൻ മലപ്പുറം വിമൻ ഹാവ് ഓൺലി 2 ചിൽഡ്രൻ. ഇപ്പോൾ അവരെ വണ്ണോ പഴയ കാലത്തെ പോലെ അല്ല, അവരും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നൗ യു ഹാവ് സ്ലൈറ്റ്ലി
higher population of Muslims compared to other communities. 1961. Ah. But still you have Hindus are more. Hindus are more. But the problem is നിങ്ങളുടെ വോട്ട് പോളിറ്റിക്സിലാണ്. You are talking only caste and religion. താങ്ക് യു സോ മച്ച്. നമ്മളെ ശരിക്കും ജനസംഖ്യ ഡെമോഗ്രഫി എന്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. അത് കൂടാതെ ഞാൻ ഗൾഫ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധം, അതിൻ്റെ ഇമ്പാക്റ്റ്, ഷോർട്ട് ടേം ലോങ് ടേം ഇമ്പാക്റ്റ്, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് മൈഗ്രേഷൻ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, നമുക്ക് എങ്ങനെയാണ് അതിനെ കവച്ച് വയ്ക്കാൻ പറ്റുന്നത്, അൾട്ടിമേറ്റ്ലി സാമൂഹികപരമായിട്ടുള്ള സമാധാനം എങ്ങനെ നിലനിർത്തണമെന്ന് അറിയണമെങ്കിൽ ഡെമോഗ്രഫി പഠിച്ചിരിക്കണം. താങ്ക് യു സോ മച്ച്. Thank you. This is John Mary signing off.